ഹലോ ഹലോ ആ ഫോട്ടോഗ്രാഫർ പ്രദീപല്ലേ? എന്നൊക്കെ ആൾക്കാര് പറയുന്നത് പറഞ്ഞോ. പിന്നെ ആ എന്റെ മോളുടെ കല്യാണ ഫോട്ടോ നിങ്ങളെ എടുത്ത ഓർമ്മയുണ്ടോ? ഓർമ്മയും ബുദ്ധി കൊണ്ട് ഇയാളെ സ്വന്തം മോളെ കല്യാണ പ്രോഗ്രാം എനിക്ക് തരുമോ? മനസ്സിലായി ഞാൻ ആൽബം കൊടുത്ത് വിട്ടായിരുന്നു. ആൽബം കിട്ടി കേട്ടോ. കണ്ടായിരുന്നോ? കിട്ടി കണ്ടായിരുന്നു. ഞങ്ങളെ ബന്ധുക്കളും എല്ലാരും ഉണ്ട് അതിനകത്ത്. പക്ഷെ കല്യാണ ചെറുക്കനും പെണ്ണും ഇല്ല കേട്ടോ. അത് പിന്നെ കല്യാണ ചെറുക്കനും പെണ്ണും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉണ്ടല്ലോ. അത് ഞങ്ങൾ സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ന്യൂ വെറൈറ്റി ആണത്. താങ്ക് യു. നൈസിനെ അടി മിസ്സാക്കി വിട്ടു. കല്യാണ ചെറുക്കനും പെണ്ണും ഇല്ലാതെ അവിടെ ആൽബം സെറ്റ് ചെയ്ത് കൊടുക്കണം. അമ്പളിക്കുട്ടാ നമസ്കാരം. ചേട്ടാ അതെ, ഞാനൊരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ്. സാറ് പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. നിങ്ങളെ കുറച്ച് കാൻഡിഡ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അത് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ, ഫ്രീ ടൈം ആയതുകൊണ്ടാണ്. നമ്മുടെ എന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അമ്പളിക്കുട്ടൻ. വരുമോ നോക്കട്ടെ? അല്ല, എന്നിട്ട് നമുക്ക് എടുക്കാം. നിന്റെ അമ്മൂമ്മയുടെ 28. നിന്റെ അമ്മൂമ്മയുടെ 28. അമ്പളിക്കുട്ടാ, നിന്റെ അമ്മൂമ്മയുടെ 20. ഫ്ലോറാണ്. എന്തോന്ന് വൃത്തി പറയണ? വൃത്തിയാണ്. ഞാൻ എന്തോന്ന് വൃത്തിയോട് പറഞ്ഞു? നിന്റെ അമ്മൂമ്മയുടെ 28. ഫ്ലോറാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു നീ വൃത്തിയോടല്ലേ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്റെ കൂട്ടുകാരന്റെ അമ്മൂമ്മയും എന്റെ അമ്മൂമ്മയുടെ ആശുപത്രിയിൽ പോയി. ടോക്കൺ നമ്പർ മാറിപ്പോയി. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നിന്റെ അമ്മൂമ്മയുടെ 28. എന്റെ അമ്മൂമ്മയുടെ 16. നിന്റെ അമ്മൂമ്മയുടെ 28. ഓക്കെ. എവിടെ പോയിരുന്നാ? എപ്പോഴേ വരാൻ പറഞ്ഞതാ. എവിടെ പോയിരുന്ന? പിന്നെ ഒരു 2 ദിവസത്തേക്ക് എനിക്ക് ലീവ് വേണം കേട്ടാ. എന്തിന് ലീവ്? എന്റെ വീട്ടിലൊരു പുതിയ അതിഥിയും കൂടെ വന്നു. ദൈവമേ, ദൈവത്തിന് നന്ദി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. മോനാ മോളാ? മോയ് അപ്പച്ചീര മോനാ. സ്കൂൾ അടച്ചപ്പോ 2 ദിവസത്തേക്ക് വീട്ടിൽ വന്നു. അവൻ കളിക്കാൻ പോണം. അതാ കളിക്കാൻ പോണെന്നാ? സ്റ്റുഡിയോന്ന് പുറത്തിറങ്ങി കാൽമുട്ടിനെ തല്ലി ഓടിക്കും. കളിച്ചോട്ട് ഞാൻ 2 ദിവസം ഒരു നേരം കറക്റ്റ് ആയിട്ട് വരത്തുമില്ല, കൃത്യമായിട്ട് ചെയ്യത്തില്ല. എടാ, ഒരു ഫോട്ടോ നിനക്ക് ഇത്രയും നാൾ നിന്നിട്ട് എനിക്ക് എടുക്കാൻ അറിയാമോ? എടുത്തല്ലോ. ഇവരെ അടുത്ത് ആ സീനറി, പുഴക്കരയിലെ സീനറി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തായിരുന്നോ? എടുത്തു. ഇത് ലീലാമണിയുടെ സീനറി, ഇത് തങ്കമണിയുടെ സീനറി. എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ ഗജരാജൻ ആനയെ കുളിപ്പിക്കുന്ന സീനറി ഉണ്ടായിരുന്നോ? അതല്ലേ എടുക്കാൻ പറഞ്ഞത്? കുളിസീനൊന്നും ഞാൻ എടുക്കത്തില്ല. ഇത് പിന്നെ ലീലാമണി മറ്റേ ചീര നടുന്നത്, ഇത് തങ്കമണി വാഴ നടുന്നത്. അങ്ങനെയാണല്ലോ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാളെ നിന്നിട്ട്. എടാ, നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെ അറിയാമോ? കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലാണ്. ഇവിടെ നോബി ഉണ്ട്. അതെനിക്കുണ്ട് സ്റ്റാമ്പ് കളക്ഷൻ. എന്തോന്ന് ഹോബി? സിനിമ നടൻ നോബി ഉണ്ടെന്ന്. പിന്നെ ശ്വേത എന്റെ ഒന്നും ഇല്ല. എന്തോന്ന്? കേറ് തരാൻ പറഞ്ഞു. ശ്വേത ഡയാനുണ്ട്. ആന ഡൈ തേക്കിയ കടുവ വൈറ്റ് വാഷ് അടിക്കും. പറയാൻ ചെയ്യാതെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിന് നിന്നെ കൂട്ടണ്ടായിരുന്നു. നിന്റെ മാമ ഉണ്ടല്ലോ, മാമൻ രഘു മാമൻ, നല്ല അസിസ്റ്റന്റ് ആണ്. എല്ലാം കൃത്യമായിട്ട് ചെയ്തോളൂ. നല്ല ഫോട്ടോഗ്രാഫിയിൽ ഫ്രെയിം വരെ അറിയാം. മാമ പോടേ? മാമ മരിച്ചുപോയി, അറിഞ്ഞില്ലായിരുന്നോ? അയ്യോ, മരിച്ചുപോയാ? മരിച്ചുപോയി. എങ്ങനെയാടാ? മാമ ഒരു തീർത്ഥയാത്രക്ക് പോയി. മൂത്രം ഒഴിക്കാൻ കഥ തുറന്ന് വെളിയിലിറങ്ങിയാണ് മരിച്ചുപോയി. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ മൂത്രം ഒഴിക്കാൻ കഥ തുറന്ന് വെളിയിറങ്ങി മരിച്ചു പോവാ? അതെങ്ങനെ? ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു. മാമന്റെ തീർത്ഥയാത്ര തീർത്ത് അതോടെ മാമൻ തീർത്തു. പക്ഷെ ഒരു മരണം നടന്നപ്പോ തൊട്ടടുത്ത വീട്ടിൽ എന്റെ അടുത്ത് പറയണ്ടായിരുന്ന ഒരു കണ്ടം ചാടിയാ പോരാ എന്റെ വീട്. നിങ്ങളെ വീട്ടിൽ വന്ന് രാത്രി ഇത് പറയാനായിട്ട് നീ വന്ന്. അപ്പൊ നിങ്ങളെ വീട്ടിൽ കച്ചേരി കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം കിടന്ന് ഉറങ്ങുന്നു. അനാവശ്യം പറയുന്നത്. എന്റെ വീട്ടിൽ കച്ചേരി ഒന്നും ഇല്ലായിരുന്നു. കച്ചേരി ഉണ്ടായിരുന്നു. കച്ചേരി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല രാത്രി ആ ഭിത്തിയിൽ ഒരു വീണ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, അത് വീണ കുത്തിച്ചാരി വെച്ചിരുന്നതല്ല. അളിയൻ വെള്ളം അടിച്ചിട്ട് തുണിയില്ലാതെ തലം കുത്തിന് പറയാതിരിക്കാൻ പോയി. എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. അളിയൻ കാരണം വീട്ടിൽ സൗകര്യമില്ലാത്തത്. പയ്യാൻ നടക്കുന്ന എന്റെ അമ്മാമ ഉണ്ടല്ലോ, തളർന്നു നടക്കുന്ന അമ്മാമ ഭയങ്കര കരച്ചിലാണ്. പാവ ഇവ കിടന്ന് ബഹളം കാണണം. പാവ അമ്മാമ. ആര് വയ്യാതെ നടക്കുന്നത്? എന്റെ അമ്മാമ തളർന്നു നടക്കുന്നത്. സത്യം പറയല്ലണ്ണ, അവർക്ക് ഒരു ഗുരുവില്ല. നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഒരു സമയം പെരിക്കകത്ത് കയറി ശകലം മുറുക്കാൻ ഇങ്ങോട്ട് എടുത്ത് ഈ കട്ടിലിൽ കിടന്നവര് ഭിത്തിയിൽ കൂടെ ചവിട്ടി വന്ന് ഏറിൽ 3 കരണം പറഞ്ഞ് എന്റെ നടുവത്ത് 6 ചവിട്ട്. എല്ലാവരും അവനാണ്. അവരാണ് ആ വീട്ടിലെ പീറ്റർ ഹെയിൻ. അത് കിട്ടണം. മോഷണമല്ലേ പരിപാടി? ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ? അതെങ്ങനെ വല്ല ജോലിക്ക് പോയല്ലേ 10 പൈസ കിട്ടുള്ളൂ. വല്ല പണിക്കും പോടാ അമ്പളിക്കൂട്ടാ. പോവാതെ ഞാൻ ഇന്നലെ ഒരു 500 രൂപ എന്റെ വീട്ടിൽ കൊടുത്തേ ഉള്ളൂ. അറിയാമോ? മോഷണമായിരിക്കും. മോഷണമൊന്നുമല്ല, മറ്റേ ഹണി ട്രാപ്പ്. ഇതൊന്ന് ഹണി ട്രാപ്പില്ലേ? അതൊക്കെ വലിയ ഉടായിപ്പാണെന്ന്. അത് എനിക്കറിയാം. ഈ ബോംബെ ഒരു പെണ്ണ് എന്നെ വിളിച്ച് പറ്റിക്കാനായിട്ട്. കാശ് അടിച്ചോണ്ട് പോയാ? എവിടെ? എന്റെ വിഷമോ സങ്കടമൊക്കെ പറഞ്ഞപ്പോ അവളെ എനിക്ക് 500 രൂപ ഗൂഗിൾ പേ. അവളെ നല്ലേ. പിന്നെ നമ്മളെ ഇന്നലെ നീ ആ ഉദ്ഘാടനത്തിന് പോയായിരുന്നല്ലോ. പോയി. മന്ത്രി വന്ന കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു. എല്ലാം എടുത്തു. ഉറപ്പാണ്? ബാക്കിയൊന്നും മാറ്റം വരുത്തിയിട്ടില്ല? പ്രശ്നമില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാ 100 ആയിസ് പറഞ്ഞപ്പോ തന്നെ. ഹലോ സാർ. അതെ സാർ, ഫോട്ടോഗ്രാഫർ. അതാണ്. ആ സാർ, എനിക്ക് ഇന്നലെ വരാൻ പറ്റത് എന്റെ അസിസ്റ്റന്റ് ഞാൻ വിട്ടായിരുന്നു. സാർ എന്നേക്കാൾ നല്ല പെർഫോമറാ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഭയങ്കര സ്കില്ലല്ലേ.
ഓക്കെ അല്ലേ സാർ? എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മന്ത്രി ഹാപ്പി അല്ലേ സാർ? ഓക്കെ സാർ. സാർ എന്റെ പേയ്മെന്റിന്റെ കാര്യം 25,000 രൂപ. താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പം എല്ലാ സർക്കാർ വർക്കുകളും ഞങ്ങൾക്ക് തന്നെ. സാർ അപ്പൊ 5 മണിക്ക് മുമ്പ് ഞാൻ പ്രിന്റ് എടുത്തോണ്ട് വരാം. എന്താ എങ്ങനെ കാണിച്ചത്? ഈ മന്ത്രിയുടെ ഫോട്ടോ എടുത്തില്ലേ? എടുത്തെടുത്ത്. മന്ത്രി ഒന്ന് വിളക്ക് കൊളുത്തി ഞാൻ ഫോട്ടോ എടുത്തു. മന്ത്രി കാറിൽ കയറി ടാറ്റ കാണിച്ചു പോയി, ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെന്ത് കുഴപ്പം? വാ പ്രിന്റ് എടുക്കാം. അല്ലെങ്കിൽ വാ, നിങ്ങൾക്ക് ഈ മന്ത്രിയെ നല്ല പരിചയം ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിചയം ഉണ്ട്. ഒരു വട്ടം കൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറയാൻ പറ്റുമോ? അതെന്താണോ? ക്യാമറയിൽ മെമ്മറി കാർഡ് ഇട്ടില്ല. എവിടെന്നെങ്കിലും അടി വാങ്ങിച്ചു തരുമല്ലോ. കഷ്ടം തന്നെ. ഇനി അങ്ങോട്ട് പോകേ വേണ്ട. ആ വർക്കും കളഞ്ഞു കിട്ടി. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഈ വർക്കെങ്കിലും ചെയ്തിട്ട് പോകാൻ നോക്കാം. ഒരു കാര്യം ഇവിടെ നിൽക്കണ്ട. ആരെ വിളിക്കുമ്പോ? അല്ല, നമ്മളെ കുറെ നാളായാലും ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇടയ്ക്കൊക്കെ അവര് വിളിക്കുന്നായിരുന്നല്ലോ. എന്ത് ഇടയ്ക്ക് വിളിക്കാത്ത നമ്മളെ? അതിന്റെ കാരണം നീയാണ്. ഞാൻ എടാ നീ എന്ത് ചെയ്യുന്ന? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ നിനക്ക് ഹെലിക്കാൻ പറത്താൻ വേണ്ടി നിന്റെ തന്നായിരുന്നു. അത് എവിടെ ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഫ്ലോറിന്റെ സൈഡിൽ നീ എവിടെ ലാൻഡ് ചെയ്തത്? ആ കുട്ടിയകളുടെ തലയിൽ. അവനായതുകൊണ്ട് കൊള്ളാം. അതിന്റെ 2 ചിറകും കട്ടിയത് പുതിയ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കുറെ നാൾ കൊണ്ട്. ആ നോബിയുടെ തലയിലെങ്ങാനും ആയിരുന്നെങ്കിലാ? നോബിയുടെ തലയിലായിരുന്നെങ്കിൽ 4 ചിറകം കട്ടിയത് ചുട്ട് തന്നേനത്. അവൻ അങ്ങനൊന്നും ഇല്ല. എന്ത് കിട്ടിയാ എന്തും തിന്നും. ഒരു കാര്യം ഇവിടെ നിന്ന് കൃത്യമായിട്ട് ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ട് പോണം. അല്ലെങ്കിൽ സാർ എന്തെങ്കിലുമൊക്കെ പറയും. മനസ്സിലായില്ല? കൂടെ ഒന്നും കേട്ടോ. ലൈറ്റ് ഒക്കെ ലൈറ്റ് ഒക്കെ ചെയ്യണം. ശ്വേതയുടെ ഒക്കെ ഫോട്ടോ പിന്നെ എടുക്കാം. ശ്രീവിദ്യ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാം. ക്യാൻഡിഡ് എടുക്കാം, കുഴപ്പമില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. അതായത് ഞാൻ ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മാത്രമേ തിരിയാവൂ. തിരിഞ്ഞു നിൽക്കുക. വേറെ എന്ത് ശബ്ദം കേട്ടാലും ഞാനൊന്ന് എടുത്തോട്ടെ ഒരു ഫോട്ടോ. ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. എടാ നിനക്ക് ഇത് എടുക്കാൻ അറിഞ്ഞോടൊന്നും തരാത്തത്. അറിയാം, ഒരെണ്ണം എടുത്തോട്ട്. ഇത് നിനക്ക് നോക്ക് കണ്ട. അതെന്തിനിട്ട് തിരിക്കുന്ന? ഞാൻ ഒരു തെരഞ്ഞെടുക്കും. ഒരു തരാന്ന ഫോക്കസ് പിടിച്ചടാ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പൊ അത് പറഞ്ഞൂടെ? ഇത് കൂടെ നോക്ക്. ഒരു കണ്ണടച്ച് നോക്ക്. ഇത് കാണുന്നു. മൊത്തം ഇരുട്ട്. എടാ നോക്കുന്ന കണ്ണല്ല അടയ്ക്കാൻ പറഞ്ഞത്. പെൺകുട്ടിയെ മറ്റേ കണ്ണിലൂടെ നോക്ക്. അത് തെണ്ടി തരാണ്. ഒരു പെൺകുട്ടിയെ ഞാൻ മറ്റേ കണ്ണിലൂടെ നോക്കൂല. നീ പോ, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാം. പോ, വേറെ എന്തെങ്കിലും നോക്ക്. ആ ലൈറ്റ് അപ്പൊ ഒന്ന് ക്ലിയർ ചെയ്യും. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രം കേട്ടോ. ഓക്കെ ഞാൻ പറയാം. ഫോക്കസ് എടുത്തോട്ടെ. റെഡി 1 2. വീണ്ടും വന്ന് കണ്ണാ പറയട്ടെ. പ്രൊഡ്യൂസർ പറഞ്ഞേ ആഹാരം തീരെ നിങ്ങൾ പോയി കഴിക്കാൻ പറഞ്ഞു. ഇത് എടുത്തു കഴിഞ്ഞിട്ട് പോവാടാ. അങ്ങനെ പറയരുത്. അമൃത ടിവിയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കിടിലൻ ഫുഡാണ്. അടിപൊളി ഫുഡാണ്. ഓക്കേ.